അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചെന്തുവാ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി പഠിച്ചു, അതിന് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ പഠിച്ചു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ. ചില ബാക്ടീരിയാസ് ദേ ക്യാൻ ഗ്രോ in presence of oxygen, ചിലത് they will grow only in absence of bacteria, oxygen. അപ്പോൾ നിങ്ങൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഫാക്കൾട്ടേറ്റീവ്, അനറോബ്സ്, എയറോബ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. അവിടെ എയറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ, ഇത് ഓക്സിജന്റെ ആബ്സൻസിൽ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. രണ്ടിലും ഉണ്ടെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അനറോബിക് മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഗ്രോയിങ് അനറോബിക് ബാക്ടീരിയ. വാക്കുകളിൽ തന്നെ ഉണ്ട്. അനറോബിക് ആയിട്ടുള്ള ഓക്സിജന്റെ ആബ്സൻസിൽ ഗ്രോ ചെയ്യുന്ന മീഡിയ ആണ് അനറോബിക് മീഡിയ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് മീഡിയ. ഓക്കെ, ഇനി നാച്ചുറൽ, ഇത് അനറോബിക് എയറോബിക് മീഡിയ എന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫോർത്ത് ക്രൈറ്റീരിയ, നാച്ചുറൽ സിന്തറ്റിക് ലിവിങ് മീഡിയ. ഈ നമ്മൾ ഈ മുമ്പ് പഠിച്ച എല്ലാ മീഡിയവും ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പെടും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് പഠിച്ചപ്പോൾ നിങ്ങൾ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കിട്ടില്ല, അതേപോലെ ഇത് പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പം ഇവിടെ പറഞ്ഞ ഇതേ മീഡിയം വേറെ സ്ഥലത്ത് വേറൊരു ക്ലാസിന്റെ കീഴിൽ വരാം, പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വെച്ചാൽ നാച്ചുറൽ സിന്തറ്റിക് ആൻഡ് ലിവിങ് മീഡിയ. നാച്ചുറൽ ആയിട്ടുള്ള മീഡിയ, ഇപ്പം മീറ്റ് എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ നാച്ചുറൽ മീഡിയ ആണ്. സിന്തറ്റിക് ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ലിവിങ് മീഡിയ ഉണ്ട്, ലൈവ് ആയിട്ടുള്ള ഓർഗാനിസംസ് മീഡിയം ഓഫ് കൾച്ചറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂഷൻ ബ്രോത്ത്, എക്സ്ട്രാക്ട് ബ്രോത്ത്, നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്താലും, മീറ്റ് എക്സ്ട്രാക്ട് ചെയ്താൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ മീഡിയ. നാച്ചുറൽ ആയിട്ട് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവിടെ നാച്ചുറൽ മീഡിയ. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൈൻഡ് മീഡിയ, ആദ്യം നമ്മൾ പഠിച്ചില്ലേ, ആ ഡിഫൈൻഡ് മീഡിയ ആണ് സിന്തറ്റിക് മീഡിയ. ലിവിങ് മീഡിയ എന്ന് വെച്ചാൽ ലിവിങ് സെൽ ഇറ്റ് സെൽഫ് ഇസ് യൂസ് ഫോർ കൾച്ചർ. ഫോർ എക്സാമ്പിൾ, വൈറസസിനെ കൾച്ചർ ചെയ്യാൻ ചിക്ക് എംബ്രിയോ, കോഴിക്കുഞ്ഞിന്റെ എംബ്രിയോ ഇല്ലേ, ദാറ്റ് ഇസ് എ കൾച്ചർ ഫോർ മീഡിയം ഫോർ കൾച്ചറിങ് വൈറസസ്. അപ്പൊ ഇതും ഒരു തരം ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു മീഡിയം പ്രിപ്പയർ ചെയ്യുന്നത്? മീഡിയം പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. യു വെയ് നോൺ എമൗണ്ട്. സാധാരണ മീഡിയം പ്രിപ്പയർ എന്ന് വെച്ചാൽ അത് അവിടെ വാങ്ങാൻ നമുക്ക് കിട്ടും, മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബോട്ടിൽ ഒരു മീഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തന്നെ എഴുതിയിട്ടുണ്ടാവും 1000 ml വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യണം. വെയിറ്റ് ഒന്നും എടുക്കേണ്ട സാധാരണ വേണ്ടി വരാറില്ല. അത് അങ്ങനെ എടുത്ത് തട്ടി 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഭാവിയിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നോൺ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ആർ വെയ്റ്റ്. ഡിഫൈൻ മീഡിയ ഒക്കെ ആണെങ്കിൽ ഓരോന്ന് ഇൻഡിവിജ്വലി വെയ് ചെയ്യണമല്ലോ. അപ്പോൾ നോൺ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ആർ വെയ്ഡ് ആൻഡ് ആഡഡ് ടു ഡിസ്റ്റിൽ വാട്ടർ ഇൻ സ്റ്റെറൈൽ ഗ്ലാസ് വെയർ. അപ്പൊ നമ്മൾ ഈ മീഡിയത്തിന് ഈ കൾച്ചറിന് ഉപയോഗിക്കുന്ന സകല സാധനം സ്റ്റെറൈൽ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലോ എങ്ങനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ മെത്തേഡിൽ സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് വെയർസ് ഒക്കെ വേണം ഉപയോഗിക്കാൻ. അപ്പൊ നോൺ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ആർ വെയ്ഡ് ആൻഡ് ഇറ്റ് ഇസ് പ്ലഗ്ഡ് വിത്ത് നോൺ അബ്സോർബൻ കോട്ടൺ. കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഒരു പിക്ചർ കാണിച്ചു തന്നില്ലേ, കോണിക്കൽ ഫ്ലാസ്കിന്റെ മുകളിൽ നോൺ അബ്സോർബൻ കോട്ടൺ. നോൺ അബ്സോർബൻ കോട്ടൺ എന്ന് വെച്ചാൽ സാധാരണ പഞ്ഞി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യും. ഇതങ്ങനല്ല, വെള്ളം അബ്സോർബ് ചെയ്യാത്ത കോട്ടൺ. എത്ര വെള്ളത്തിൽ ഇട്ടാലും അത് പൊങ്ങി കിടക്കത്തുള്ളൂ, വെള്ളം അബ്സോർബ് ചെയ്യില്ല. അത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഈ കൾച്ചർ ഡിഷ് അടച്ചു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് മോയ്സ്ചർ അകത്തേക്ക് കയറാതിരിക്കാനാണ് നോൺ അബ്സോർബൻ കോട്ടൺ ഉപയോഗിക്കുന്നത്. മോയ്സ്ചർ ആണല്ലോ എല്ലാ ബാക്ടീരിയയുടെയും അല്ലെങ്കിൽ മൈക്രോബ്സിനെയും ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ നോൺ അബ്സോർബൻ കോട്ടൺ വെച്ച് പ്ലഗ് ചെയ്യും. അപ്പൊ നമ്മൾ വെയിറ്റ് എടുത്ത് ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഇട്ടു, അതിന് വാട്ടർ ആഡ് ചെയ്തു, അതിനെ നോൺ അബ്സോർബൻ കോട്ടൺ വെച്ച് പ്ലഗ് ചെയ്തു. ഇതിനെ മൊത്തത്തിൽ ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓട്ടോക്ലേവ് ചെയ്യും. ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഈ പറഞ്ഞ ടെമ്പറേച്ചർ പ്രഷറിൽ 15 മിനിറ്റ് ഓട്ടോക്ലേവ് ചെയ്തതിനു ശേഷം നമ്മളത് യൂസ് ചെയ്യുക പതിവ്. ഇനി ചില സാധനങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രോത്ത് ഒക്കെ ഇത്രയും ടെമ്പറേച്ചറിലൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ കട്ട പിടിച്ചു, ചീത്തയായി പോകും. ഹീറ്റ് സെൻസിറ്റീവ് ആയ സബ്സ്റ്റൻസസ് ആണ് പ്രോട്ടീൻ ഒക്കെ. അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ദേ ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഫിൽട്രേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ ഫിൽട്രേഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. മീഡിയം ഒക്കെ അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ്. അപ്പൊ വെള്ളം പക്ഷേ ഹീറ്റ് സെൻസിറ്റീവ് അല്ല, നമുക്ക് ഈ ഓട്ടോക്ലേവ് ചെയ്താൽ മതി. മനസ്സിലായി? അപ്പൊ മീഡിയം ഹീറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് വാക്വം ഫിൽട്രേഷൻ നടത്തും. വാക്വം ഫിൽട്ടർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സാധാരണ ഫിൽട്രേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഫിൽറ്റർ ഇങ്ങനെ ഇട്ടാൽ മതി, ഫണൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിനുപയോഗിക്കുന്ന ഫണലിന്റെ പേര് ബുക്കണർ ഫണലാണ്. ഓക്കെ, ആ ബുക്കണർ ഫണലിന്റെ ഈ ഭാഗത്താണ് ഫിൽറ്റർ പേപ്പർ വയ്ക്കുന്നത്. ഫിൽറ്റർ പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഓർഡിനറി ഫിൽറ്റർ പേപ്പർ അല്ല, ഇത് മെംബ്രെയിൻ ഫിൽറ്റർ ആണ്. വെച്ചാൽ വളരെ പൂൾ സൈസ് കുറഞ്ഞ, ബാക്ടീരിയയെ കാട്ടി കുറഞ്ഞ പൂൾ സൈസ്. അപ്പൊ ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ അത് അകത്തോട്ട് കയറാതിരിക്കാൻ. അപ്പം മെംബ്രെയിൻ ഫിൽറ്റർ, ആ ഫിൽറ്റർ പേപ്പർ ഇവിടെ ഫിറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയുള്ള ഫിൽറ്റർ പേപ്പർ പോൾ സൈസ് കുറവായതെന്ന് തോറും ഇപ്പൊ നമ്മൾ ഇതിലോട്ട്
മീഡിയം ഒഴിച്ചാൽ താഴോട്ട് വരികയില്ല. കാരണം പോർ സൈസ് വളരെ ചെറുതാണ്. വലിയ പോർ സൈസ് ഉള്ള നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഫിൽറ്റർ പേപ്പർ വെച്ചാൽ ഈസി ആയിട്ട് വരും. പക്ഷെ ഇത് മെംബ്രെയിൻ ഫിൽറ്റർ ഒക്കെ ആകുമ്പോൾ പോർ സൈസ് 0.2 മൈക്രോൺ ആയിരിക്കും. അതിനകത്തോട്ട് വരാൻ എളുപ്പമല്ല. ഇപ്പൊ സക്ഷൻ വേണം. ആ സക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വാക്വം പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഈ ട്യൂബിൽ കൂടെ വാക്വം പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടോ വാക്വം പമ്പ്. അപ്പൊ നമ്മൾ വാ കൊണ്ട് വലിച്ചെടുക്കുന്നതിന് ഒരു ഇഫക്റ്റ് കിട്ടും. ഇതാണ് വാക്വം പമ്പ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് സക്ഷൻ കൊടുത്ത് ഇത് ഇങ്ങനെ താഴോട്ട് ഫിൽട്ടർ ചെയ്യും. അപ്പൊ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന മീഡിയത്തിനകത്ത് ഒരു ബാക്ടീരിയയും കാണത്തില്ല. മനസ്സിലായി? പ്യുവർ ആയിരിക്കും, അത് നീറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ഓൾറെഡി ഓട്ടോക്ലേവ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും. ഡബിൾ സ്റ്റെറിലൈസേഷൻ നമുക്കിവിടെ കിട്ടും. ഇതാകുമ്പോൾ ഒരു മൈക്രോബ്സ് അതിനകത്ത് കാണത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മൈക്രോബിനെ മാത്രം നമുക്ക് കൾച്ചർ ചെയ്യാതെ എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത്രയും നിങ്ങളെ ക്ലാസ് കേട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ.